ഇസ്രായേൽ ഇറാൻ യുദ്ധം മിഡിൽ ഈസ്റ്റ് ആകെ പ്രക്ഷോഭഭരിതമായിരിക്കുന്നു. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതോടുകൂടി ഇറാനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെ ചോരയ്ക്കു വേണ്ടി പുറത്തിറങ്ങി. അയാളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകളാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഖൊമേനിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുകയാണ് എന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെട്ട ചില ആളുകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അയാളായിട്ടു വരുത്തി വെച്ച ഖൊമേനിയുടെ യുദ്ധക്കൊതിയും രക്തക്കൊതിയുമാണ് നമ്മുടെ രാജ്യം ഇത്രയധികം ഭീതി അനുഭവിക്കേണ്ടി വന്നത്, നാശനഷ്ടങ്ങൾ ഉണ്ടായത്, ഇപ്പോഴും ഭീതിയിൽ ജീവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അയാൾ ഒരിക്കലും ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ അയാളുടെ ചോരയ്ക്ക് വേണ്ടി ഒരു വിഭാഗം ആളുകൾ പബ്ലിക്കായി രംഗത്തിറങ്ങി. പാശ്ചാത്യ മാധ്യമങ്ങളിൽ അടക്കം ഇതിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഖൊമേനിക്കെതിരെ നടക്കുന്ന നിരവധി ഗൂഢാലോചനകളിൽ ഒന്നാണിത് എന്നവർ വിശദീകരിക്കുന്നു. ഖൊമേനിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ അമേരിക്കൻ മാധ്യമത്തോട് പറഞ്ഞത്. അവൻ ചത്തു എന്നാണ് കേൾക്കുന്നത് നല്ലത്. ഖൊമേനി ചത്തു എന്ന് കേൾക്കുന്നതാണ് ശത്രുക്കൾക്കും ഇറാന്റെ അകത്തുള്ള ആളുകൾക്കും തന്നെ സന്തോഷം. ഖൊമേനി ആ പദവിയിൽ തുടർന്നാലും അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരമുണ്ടാകില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. 86-കാരനായ പരമോന്നത നേതാവിന്റെ പ്രായാധിക്യവും മോശമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയും കാരണം അമേരിക്കയുടെ ഇടപെടലിനു മുമ്പ് തന്നെ ഇറാനിലെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചിരുന്നതായിട്ടാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിനും US-നും എതിരെ സൈനിക നടപടി തുടരാൻ രാജ്യത്തിന് സൈനിക ശക്തി ഉള്ളതായി ഇറാനിലെ ഉന്നതർ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഈ ആക്രമണത്തിലൂടെ മാനവരാശിയുടെ സുരക്ഷയിൽ ചൂതാട്ടം നടത്തുകയാണ് എന്നാണ് പുടിൻ അഭിപ്രായപ്പെട്ടത്. ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് മേഖലയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ റഷ്യയും മുൻകൈയെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റഷ്യയിൽ പുടിനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഖൊമേനി ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഖൊമേനിയുടെ സുരക്ഷ ശക്തമാക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ നിർത്തിവെച്ച് ഇപ്പോൾ ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് 3 ഇറാനിയൻ ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറയുന്നു. എന്നാൽ ഇതിനിടയിലും താൻ കൊല്ലപ്പെട്ടാൽ പിൻഗാമികളായി 3 പേരെ ഖൊമേനി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഖൊമേനിയുടെ 56 വയസ്സുള്ള മകൻ മുജിത്തബയും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും ഇല്ല എന്നും കേൾക്കുന്നുണ്ട്. ഖൊമേനി കുടുംബത്തോടൊപ്പം ഒളിവിൽ പോയിരിക്കുകയാണെന്നും ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാമെന്നും അദ്ദേഹം മരണം ഉറപ്പിച്ചാണ് ഇരിക്കുന്നതെന്നുമാണ് പുറത്തുവരുന്നത്. റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രത്യേക വിഭാഗം അദ്ദേഹത്തിന് കാവൽ നിൽക്കുകയാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഖൊമേനിയുടെ 56 വയസ്സുള്ള മകൻ മുജിത്തബയും ഇവരിൽ ഉൾപ്പെടുന്നുണ്ടത്രേ. എന്നാൽ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഖൊമേനി തന്നെയായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇറാന്റെ മർമ്മം തകർക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആഹ്വാനം. ടെഹ്റാന്റെ ഹൃദയം തകർക്കൂ എന്നുള്ള കൽപ്പന വന്നു കഴിഞ്ഞു. അതെ, ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ഇറാൻ ചെയ്തത് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇസ്രായേലിന്റെ രോഷാഗ്നി ആളിക്കത്തി ജൂതപ്പകയിലിനെയും ഇറാൻ വെന്തുരുകാൻ പോകുകയാണ് ഗാസ പോലെ. ലംഘിച്ചുവെന്നും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ ഹൃദയം ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്നും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ ഹൃദയം തകർക്കുന്ന വിധം അതിശക്തമായ ആക്രമണം നടത്തുവാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേൽ സൈന്യത്തിനോട് ആഹ്വാനം ചെയ്തു. ഇറാൻ ചതിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇസ്രായേലിലെ ജനവാസ കേന്ദ്രത്തിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മിസൈൽ പതിപ്പിച്ചു. വെടിനിർത്തൽ വിശ്വസിച്ച ഇസ്രായേലിനെ ഇറാൻ ചതിച്ചിരിക്കുകയാണ് എന്നും മാപ്പ് കൊടുക്കില്ല എന്നും ഇസ്രായേൽ കാറ്റ്സ്. ടെഹ്റാന്റെ ഹൃദയഭാഗത്തുള്ള ഭരണകൂട സൈറ്റുകളിൽ തീവ്രമായ ആക്രമണങ്ങളിലൂടെ മറുപടി ഇറാന് നൽകാൻ ഇസ്രായേൽ യുദ്ധകാര്യമന്ത്രി കാറ്റ്സ് ആഹ്വാനം ചെയ്തു. ഇതോടെ ടെഹ്റാൻ വീണ്ടും കരിയും പുകയും തീയും നിറയും. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ മാരകമായ ആക്രമണം ഇരു ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാകുമെന്നും അറിയുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതിയിരുന്നതിന് ശേഷം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. 2ഉം തടഞ്ഞു. എന്നാൽ വെടിനിർത്തൽ ലംഘിച്ചതാണ് ഇസ്രായേലിനെ കോപകുലനാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ ലംഘിച്ച് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ പ്രതിരോധിച്ചതായും IDF വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേലിന്റെ ആരോപണം ഇറാൻ നിഷേധിക്കുകയാണ് ഉണ്ടായത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപേ തന്നെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.
അതുപോലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ 9 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ 12 ദിവസത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ന് രാവിലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായും ദയവായി അത് ലംഘിക്കരുതെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച സർക്കാർ തലങ്ങളിൽ നിന്നും ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിരുന്നില്ലായിരുന്നു. വെടിനിർത്തലിനായി ഇറാനും ഇസ്രായേലും തന്നെ സമീപിക്കുകയായിരുന്നു എന്നും ട്രംപ് അവകാശപ്പെട്ടിട്ടുള്ള ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് ഇതുവരെയും പരാമർശിച്ചിട്ടില്ല. അതേസമയം എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി. ഈ പ്രഖ്യാപനം ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കണം. ഇത് എല്ലാ കക്ഷികളും ബഹുമാനിക്കണമെന്ന് ഫ്രാൻസ് അവകാശപ്പെട്ടു. വെടിനിർത്തൽ ലംഘിക്കരുത് എന്നും ഫ്രാൻസ് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ഒരു പുതിയ ആക്രമണം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അതിന്റെ അനന്തരഫലങ്ങൾ മുഴുവൻ മേഖലയെയും വിനാശകരമാക്കുമെന്നും അവർ വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഉടനെ തന്നെ ഇറാനിയൻ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ കൈവശം വെക്കരുത്. ഇക്കാര്യത്തിൽ ഇറാൻ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ പദ്ധതികളുമായും അതിന്റെ അസ്ഥിരതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെയും ബന്ധപ്പെട്ട് എല്ലാ ആശങ്കകളും പരിഹരിക്കുന്ന ഒരു കരാറിലേക്ക് നയിക്കുന്ന ചർച്ചകളിൽ ഉടൻ ഏർപ്പെടാൻ ഫ്രാൻസ് ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആണവായുധം കൈവശം വെക്കുവാനോ ഉണ്ടാക്കുവാനോ ഇറാനെ അനുവദിക്കില്ല എന്നും ഫ്രാൻസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വന്നു വീഴുകയാണ്, അല്ല ഇറാൻ വലിച്ചിടുകയാണ്. ഇറാനും ഇസ്രായേലും യുദ്ധത്തിന് അറുതി വരുത്തുന്നതിന് വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ ഇറങ്ങിത്തിരിച്ചു. രൂക്ഷമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലുമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായിട്ട് ഇറാൻ തന്നെയാണ് രംഗത്ത് വന്ന് പറഞ്ഞത്. ഇതോടെ ഇറാൻ ടെലിവിഷനെ ഉദ്ധരിച്ച് അൽ ജസീറയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സാമൂഹ്യ മാധ്യമമായ ട്രൂത്തിൽ പോസ്റ്റ് ചെയ്ത പുതിയ ഒരു കുറിപ്പിലൂടെയാണ് ട്രംപ് ഇത് വ്യക്തമാക്കിയത്. രണ്ട് രാജ്യങ്ങളും ഒരു കാരണവശാലും കരാറ് ലംഘിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലും വെടിനിർത്തൽ അംഗീകരിച്ചതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. സമവായം സാധ്യമാകുന്നത് കനത്ത നാശം വിതച്ച 12 ദിവസത്തെ നേർക്കുനേരെയുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് എന്നതൊരു ആശ്വാസമാണ്. ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ നിലവിൽ വന്നത് എന്ന് ഇറാൻ പ്രസ് TV ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനം നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നതോടുകൂടി വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിക്കരുത് എന്നും ട്രംപ് അടിവരയിട്ട് പറഞ്ഞു. 2 ഘട്ടങ്ങളിലായി സമ്പൂർണമായ വെടിനിർത്തലിന് 2 രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായി ട്രംപ് തന്നെ വ്യക്തമാക്കി. ഇറാനാണ് ആദ്യം വെടിനിർത്തുക, 12 മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഖത്തറിന്റെ സഹായത്തോടുകൂടിയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായിട്ടുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയത്. ഇസ്രായേലിലെ ബീർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലും കനത്ത ആക്രമണം തിരിച്ചു നടത്തി. ഖത്തറിലെയും ഇറാഖിലെയും വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. ഇറാഖിലെ ഇമാം അലി വ്യോമപാതയിലെ റഡാർ സംവിധാനം ആക്രമിക്കപ്പെട്ടു എന്ന് അൽ സുമരിയ TV നെറ്റ്വർക്കിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. പ്രവിശ്യ തലസ്ഥാനമായ നസിരിയയ്ക്കടുത്താണ് ഇമാം അലി വ്യോമപാത സ്ഥിതി ചെയ്യുന്നത്. ഇറാഖിലെ ബലാദ് സൈനിക താവളത്തിലും ആക്രമണമുണ്ടായി എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ ആക്രമണത്തിൽ പരിക്കുകളൊന്നുമില്ലെങ്കിലും ബലാദിൽ 2 സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാനിലെ താസ്നീം വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തലിനെ കുറിച്ച് ആദ്യം പ്രഖ്യാപിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് 2 രാജ്യങ്ങളും സമ്മതം അറിയിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും കരാറിൽ എഴുതിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിന്റെ സഹായത്തോടു കൂടിയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ ഉടമ്പടിക്ക് വഴിയൊരുക്കിയത് B-2 ബോംബർ വിമാനങ്ങളുടെ പൈലറ്റുമാരുടെ വൈദഗ്ധ്യവും ധൈര്യവുമാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. US ആക്രമണം 2 പക്ഷത്തിനും തകരാറിന് പ്രേരിപ്പിച്ചതായി ട്രംപ് പറയുന്നുണ്ട്. നേരത്തെ ഇസ്രായേൽ നിയമവിരുദ്ധമായിട്ടുള്ള ആക്രമണം നടത്തിയാൽ മാത്രം വെടിനിർത്തൽ പരിഗണിക്കാം എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞിരുന്നത്. ഇതുവരെ വെടിനിർത്തലിന് കരാറില്ല. ഇസ്രായേലാണ് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത്, തങ്ങളല്ല. നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറുമില്ല. ഇറാനിയൻ ജനതയ്ക്കെതിരായിട്ടുള്ള നിയമവിരുദ്ധമായ ആക്രമണം ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രം വെടിനിർത്തൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ വ്യക്തമാക്കിയത്.
തിങ്കളാഴ്ച രാത്രി ഖത്തറിലെ US വ്യോമതാവളത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ US താവളമായിട്ടുള്ള അൽ ഉദൈദ് എയർബേസിന് നേരെയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത്. പിന്നാലെയാണ് ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് ധാരണയായത് എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. നന്ദി.